യെസ്, ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമാക്കുന്ന ഓരോ ദിനങ്ങളും മനോഹരമാകുന്നത് അങ്ങനെയാണ്. ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, പുതിയ ആശയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ഓരോ ദിവസത്തിന്റെയും പ്രത്യേകതയാണ്. വണ്ടർ വേൾഡ് ട്രെയിനിങ് സീരീസ് അത്തരത്തിലൊന്നാണ്. കേവലം ബിസിനസ് ആശയങ്ങളെ കണ്ടെത്തുക, പഠിച്ചെടുക്കുക എന്നതിനപ്പുറം മനോഹരമായ ഒരു ജീവിത ശൈലിക്ക് തുടക്കം കുറിക്കുക എന്നതും നമ്മുടെ ട്രെയിനിങ് സീരീസിന്റെ പ്രത്യേകതയാണ്. ആദ്യമായി ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ക്യാമറ ഓണാക്കി വെക്കാൻ കഴിയുമെങ്കിൽ ദയവായി ഓണാക്കി വെക്കാം. നിങ്ങളുടെ മൈക്കുകൾ മ്യൂട്ട് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ ഒരു സുഹൃത്ത് കുറെ നാളായി ഗൾഫിലൊക്കെ ജോലി ചെയ്ത് തിരികെ നാട്ടിൽ വന്നു. അതിനുശേഷം വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തോ? ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു എക്സിക്യൂട്ടീവായി, ഒരു ഏജന്റായി അവിടെ ജോലി ചെയ്യാനായിട്ട് സെയിൽസിലേക്ക് വേണ്ടി ക്ഷണിച്ചു എന്ന് പറഞ്ഞു. ആ ജോലിക്കായിട്ട് അവിടെ ചെന്നു. അപ്പൊ പറഞ്ഞു, പ്രത്യേകിച്ച് എലിജിബിലിറ്റി ഒന്നും വേണ്ട, ജോയിൻ ചെയ്യാം. എന്നാൽ 1 മാസം കഴിഞ്ഞ് 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ്ങിലൂടെ ഇൻഷുറൻസിന്റെ മേഖലകളും അവരുടെ പോളിസീസിനെ സംബന്ധിച്ചും കൃത്യമായി പഠിക്കണം എന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ ബാക്കി നാളുകൾ എക്സിക്യൂട്ടീവായിട്ട് അവിടെ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ഈ സാഹചര്യത്തിൽ അവിടെ പഠിക്കണം എന്ന കാര്യം കേട്ടതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? 3 മാസം ഇനിയും പഠിക്കണ്ടേ, അതുകൊണ്ട് ആ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം മറ്റൊരു വേക്കൻസി വന്നു. അതൊരു മാർക്കറ്റിംഗ് കമ്പനിയുടെ ജോബായിരുന്നു. അവിടെ ഇതുപോലെ ഇന്റർവ്യൂ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ, നിലവിലുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന് ഒരു 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്താൽ, പഠിച്ചാൽ അദ്ദേഹത്തിന് ജോലിക്ക് കയറാമെന്ന് പറഞ്ഞു. അവിടെയും പോയില്ല. വീണ്ടും 5-6 മാസം കാത്തിരിക്കുകയാണ് നല്ലൊരു ജോലി കിട്ടും എന്ന പ്രതീക്ഷയിൽ. 1 വയസ്സ് മുന്നോട്ട് പോയി. വീണ്ടും മറ്റൊരു ജോലി, കാരണം മാർക്കറ്റിംഗിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്, മറ്റൊരു ജോലി അന്വേഷിച്ചു. അവിടെ ഇദ്ദേഹം ചെന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്, ഈ ട്രെയിനിങ്ങിലൂടെ ഇതെന്താണെന്ന് പഠിച്ചാൽ മാത്രമേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ഏതാണ്ട് 3-4 വർഷം പല കാര്യങ്ങളും അന്വേഷിച്ച് ഇതുപോലെ സമയം പോയി. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് പഠനം അതൊരു അവസാനമല്ല, മറിച്ചൊരു തുടർച്ചയാണ്. നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടത്തെ അതിജീവിക്കണമെങ്കിൽ, ഈ കാലഘട്ടത്തിന്റെ ജീവിതശൈലി സ്വന്തമാക്കണമെങ്കിൽ പഠിക്കേണ്ടതുണ്ട്. ഏതൊരു ജോലിയും ഇന്ന് ലഭിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ പഠിക്കണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും ഒരു നാൾ പഠിച്ചു കിട്ടിയതാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് പഠിക്കുന്നതിൽ തുടരുക തന്നെ വേണം. പുതിയ കാലത്തിന്റെ അവസ്ഥയിൽ ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും നാളിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുന്നോട്ട് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇങ്ങനെ പറയാൻ കാരണം, പാരമ്പര്യമായിട്ട് ട്രഡീഷണലി നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. ഒരു കാലത്ത് നമുക്കറിയാവുന്ന നല്ലൊരു കോഴ്സ് പഠിച്ചെടുത്ത്, അത് ഡിഗ്രി ആകാം, ഡിപ്ലോമ കോഴ്സ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ജോബ് ഓറിയന്റഡ് കോഴ്സുകളാകാം. ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പഠനം അവിടെ തീരുകയാണ്. അതിനുശേഷം എന്താണോ പഠിച്ചത് അത് 10-30 വർഷം ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടാനായി ആദ്യം കുറെ നാൾ പഠിക്കുന്നു, അല്ലെ? PSC ടെസ്റ്റ് പോലുള്ളതിനു വേണ്ടി മണിക്കൂറുകൾ ചിലവഴിച്ച് അദ്ദേഹം പഠിച്ചു, ആ ജോലി കിട്ടി.
ജോലി കിട്ടിയ ശേഷം പിന്നെ അദ്ദേഹത്തിന് കാര്യമായ അപ്ഡേറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ സ്ഥിതിഗതികൾ ആകെ മാറി. ഇന്ന് 2025 ഏതൊരു ജോലിയും അപ് ടു ഡേറ്റ് ആയിട്ട് അവരെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതുന്ന വ്യക്തി പോലും ബാങ്ക് ടെസ്റ്റ് എഴുതി ആ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ വർഷവും അവർക്ക് ഓരോ എക്സാമുകൾ ഉണ്ടാകും. ഓരോ എക്സാമുകളും കൃത്യമായി പ്രിപ്പയർ ചെയ്ത് അവർ ആ എക്സാമിൽ പാസ്സായെങ്കിൽ മാത്രമേ അവർക്ക് പ്രൊമോഷൻ ഉണ്ടാവുകയുള്ളൂ. Am I right? ഇനി മുന്നോട്ടുള്ള മറ്റു ജോലികളെ കുറിച്ച് എടുക്കാം. ഏതൊരു ജോലിയിലും അവരെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ കാലത്തെ ജീവിതശൈലിയോ ജോലിയോ അല്ല ഇന്ന്. ഇന്ന് പുതിയ ഡെസിഗ്നേഷൻസുകൾ കിട്ടുന്നു. പുതിയ ശൈലിയുള്ള ജീവിതത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിന്റെ ഭാഗമാവുക തന്നെ ചെയ്യും. നമ്മൾ കണ്ടെത്തുന്ന പുതിയ ആശയങ്ങളെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്ക് മുമ്പേ ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തമാക്കിയിട്ടല്ല നമ്മൾ സ്വന്തമാക്കേണ്ടത്. നമുക്ക് അത് ആദ്യമേ സ്വന്തമാക്കാൻ കഴിയണം. പലപ്പോഴും ഇത്തരമുള്ള പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എന്ത് പറ്റും? ഇതിനെ ഉൾക്കൊള്ളുവാനുള്ള മടി പലപ്പോഴും നമ്മൾ കടന്നു വന്ന വഴികൾ തന്നെയാണ്. എന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് എനിക്കിത് പഠിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഞാൻ പഠിക്കേണ്ട ഒരു കാര്യമാണോ ഇത്? ഇത്തരത്തിൽ പല ചിന്തകളും സംശയിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സംശയത്തിനിടയാക്കുമ്പോൾ നഷ്ടപ്പെടുക നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണ്. പലതും പഠിക്കുക, നല്ലൊരു ജീവിതത്തിന്റെ ഭാഗമാകുക എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് പഠിക്കുവാൻ ജീവിതത്തിന്റെ ഏതാണ്ട് നല്ലൊരു സമയം നമ്മൾ മാറ്റിവെക്കുന്നു. ഒരു കുട്ടി ജനിച്ച് ആദ്യത്തെ 20 വർഷം എല്ലാ കുട്ടികളും അങ്ങനെയാണ്. കാലം കടന്നു പോകവേ ജീവിതത്തിൽ ആയുർദൈർഘ്യത്തിൽ ഏതാണ്ട് 4/1 അവിടെ നമ്മൾ മാറ്റിവെക്കുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി. എന്നിട്ട് ഈ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് തുടങ്ങുന്നത് അതിന് ശേഷമാണ്. ശരിയല്ലേ? ഒരു സ്കൂൾ ജീവിതമോ അല്ലെങ്കിൽ ഒരു കലാലയ ജീവിതമോ അവസാനിക്കുമ്പോൾ പഠനം കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തെ പഠിക്കാൻ നമ്മൾ തുടങ്ങുന്നു. ജീവിതത്തിലെ പുതിയ കോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യത്തെ ഒരുക്കുക എന്ന കോഴ്സാണ്. ഈ കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റിയും പഠിപ്പിക്കുന്നില്ല. പക്ഷേ കാലാന്തരത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളിലൂടെ നമ്മളെ തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ആ കോഴ്സ് പഠിക്കുന്നു. ജീവിതത്തിന്റെ കോഴ്സ് പഠിച്ചു തുടങ്ങുമ്പോഴാണ് പല അഗ്നി പരിശോധനയിലൂടെ നമ്മൾ കടന്നു പോവുക. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ യാത്ര ചെയ്യണം, പുതിയ ജോലി എങ്ങനെ കണ്ടെത്തണം, നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെ അറിവ് പകർന്നു കൊടുക്കണം, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, ഇങ്ങനെ തുടങ്ങിയുള്ള ധാരാളം അഗ്നി പരിശോധനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ഈ കടന്നു ആകട്ടെ നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യത്തെ മാറ്റിയെടുക്കുവാൻ, ജീവിതത്തിൽ പുതിയ തലങ്ങളിലേക്ക് ജീവിതത്തിന്റെ ശൈലിയെ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുക പഠനത്തിലൂടെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം സമ്മാനിക്കുക പുതിയ ലോകത്തിലേക്കുള്ള ഒരു കടന്നുവരവാണ്. എന്താണ് ഈ പുതിയ ലോകം? ഇന്ന് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പോലുള്ള നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിൽ പുതിയ തലത്തിലേക്ക് നമ്മളെ മാറ്റണമെങ്കിൽ അവിടെ പകച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ, പകരം പഠിച്ചു മുന്നേറേണ്ടവരാണ്. തിരിച്ചറിവ് ഉണ്ടാകുക എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഞാൻ കഴിഞ്ഞ ദിവസവും നമ്മുടെ പല ട്രെയിനിങ്ങിനും പറഞ്ഞൊരു ആശയം, ഇന്നത്തെ കാലത്ത് തൊഴിലില്ലായ്മയല്ല നമ്മുടെ പ്രശ്നം, തൊഴിൽ ചെയ്യാനുള്ള അറിവില്ലായ്മയാണ്. ഈ അറിവ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ വേണം. എന്നാൽ ഇന്ന് ഈ സൂമിൽ പങ്കെടുക്കുന്ന പലരും കൃത്യമായിട്ട് നിങ്ങളുടെ പ്രായം അറിയില്ലെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങൾ മറ്റൊരു പഠനത്തിന് വിധേയമായതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മക്കളുടെ സഹായമില്ലാതെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഓണാക്കി കയറിയിരിക്കാൻ കഴിഞ്ഞത്. ഹലോ, നിങ്ങളുടെ മക്കളുടെ സഹായമില്ലാതെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഞാൻ ഈ കാണുന്ന പല സ്ക്രീനിലെ പല മുഖങ്ങളിലും മുടി നരച്ചതാണ്. നരച്ച മുടിയുള്ളവരുടെ പ്രായത്തെ എനിക്ക് അളക്കാൻ കഴിയില്ല, കാരണം എന്റെ തലമുടി നരച്ചിട്ടുണ്ട്. പക്ഷേ ഈ സൂം പ്ലാറ്റ്ഫോം ഓൺ ആക്കിയിരിക്കുവാൻ ഇന്ന് നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇത്തരത്തിലുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കീപാഡ് ഫോണുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട് നമുക്കൊക്കെ, അല്ലെ? ഒരുപക്ഷെ 2K കിഡ്സ് അല്ലാത്ത പലരെയും ഞാൻ കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി വളരെ നരച്ചിട്ടുണ്ട്. കീപാഡ് ഫോണുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് എങ്ങനെയാണ് ഈ സ്ക്രീൻ മാറി ഈ കീപാഡ് ഫോണിനെ ടച്ച് സ്ക്രീനിൽ ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഹലോ,
കീപാഡ് ഫോണുകൾ ഉപയോഗിച്ചിരുന്ന നമ്മൾക്ക് ടച്ച് ഫോണുകൾ വന്നപ്പോൾ ടച്ച് ഫോണിൽ എങ്ങനെ ഈ സ്ക്രീൻ ലോക്ക് ചെയ്യും എന്നതൊരു കൺഫ്യൂഷനായി. ഇന്ന് സ്ക്രീൻ ലോക്ക് ചെയ്യുന്നതിന് അതിന്റെ സ്വിച്ച് വേണ്ട എന്നുള്ളതാണ് സത്യം. പക്ഷെ ഈ ടെക്നിക്കും പലരും പഠിച്ചിട്ടില്ല. ഒരു ഫോണിന്റെ സ്ക്രീൻ തന്നെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ലോക്ക് ചെയ്യാനും ഓപ്പൺ ആക്കാനും കഴിയും അതിന്റെ സൈഡിലെ സ്വിച്ച് ഉപയോഗിക്കാതെ. എന്നിട്ട് പോലും അതറിയാത്തവരാണ് പലരും ഇന്ന്. കല്ലിലാട്ടിയെടുത്ത മാവ് ഉപയോഗിച്ചുകൊണ്ട് ദോശയും ഇഡലിയും കഴിച്ചിരുന്ന നമ്മൾ മിക്സിയുടെ സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ അതും പഠിക്കുകയുണ്ടായി. നമ്മുടെ വീട്ടമ്മമാർ ഒരിക്കൽ പഠനത്തിന് വിധേയമായതുകൊണ്ടാണ് EMI ഓഫറിലാണെങ്കിലും അല്ലെങ്കിലും ഈ വക സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കൂട്ടിയിട്ട് ഇടയ്ക്കെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്വൈര്യം കെടുത്തിക്കൊണ്ട് ഇതിന്റെ ശബ്ദം നമ്മൾ കേൾക്കുക. അവർ പഠിക്കാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് അവരുടെ പണി കുറച്ചുകൊണ്ട് ഈ ദോശയും ഇഡലിയും ഒക്കെ നമുക്ക് കഴിക്കാൻ കഴിയുന്നു. നമ്മുടെ സംസ്കാര രീതികൾ, നമ്മുടെ ജീവിത ശൈലികൾ മാറണമെങ്കിൽ പഠിക്കണം. കീപാഡ് ഫോൺ ഉപയോഗിച്ച് നമ്മൾ ടച്ച് ഫോണിലേക്ക് മാറിയപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് പ്രായം ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പ്രായമായിരിക്കാം. എന്നാൽ നമ്മളോടൊപ്പമുള്ള പലരും ഇതൊരിക്കലും എന്നെക്കൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ പഴയ ഫോൺ മതി എന്ന് ചിന്തിച്ച 60, 65, 70 വയസ്സുള്ള ആളുകൾ ഇന്ന് ആ ഫോണിൽ നിന്നാണ് എനിക്ക് രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നത്. അവർ ചെയ്യുന്നതാകട്ടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്നു. എന്താ പ്രശ്നം? മറ്റുള്ളവർ തയ്യാറാക്കുന്ന രാവിലെ പ്രാവ് പറന്നു പോകുന്ന അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച ഗുഡ് മോർണിംഗ് അവർക്ക് വേണ്ട. പകരം സ്വന്തമായിട്ട് നിർമ്മിക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത ഇന്നത്തെ വാട്സപ്പിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലരും ഇത്തരത്തിൽ ഗുഡ് മോർണിംഗ് അയക്കുന്നവരുടെ പ്രായം 70-ന് മുകളിലാണ്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, പ്രിയമുള്ളവരെ, ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുകയാണ്. പഠനത്തിന് വിധേയമാകുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ വിഷയം പറയുന്ന പോലെ ലേണിംഗ് മൈൻഡ് സെറ്റ് ആണ്. ഈ ലേണിംഗ് മൈൻഡ് സെറ്റ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല ശ്രമം ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ഇത് എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ട്രാഫിക് സിഗ്നലുകളിൽ എന്തിനാണ് 3 ലൈറ്റ് എന്ന്? കാരണം എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വാഹനത്തിന് സ്റ്റാർട്ടും സ്റ്റോപ്പും ബട്ടണേ ഉള്ളൂ. Am I right? ഒരു വാഹനത്തിന് സ്റ്റാർട്ടും സ്റ്റോപ്പും ബട്ടണേ ഉള്ളൂ. ഒരു ഓട്ട മത്സരത്തിൽ ഒരാൾ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും ഉള്ളൂ. അവിടെയെല്ലാം ഒരു സ്റ്റാർട്ടും ഒരു സ്റ്റോപ്പും മാത്രമേ ഉള്ളൂ. ഒരു വാഹനം നിയന്ത്രിക്കുന്ന ട്രാഫിക് സിഗ്നലിൽ 3 ലൈറ്റുകളുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും മറ്റൊന്ന് സ്റ്റാർട്ട് ചെയ്യാനും. എന്തിനാണ് മൂന്നാമതൊരു ലൈറ്റ്? സ്റ്റോപ്പ് ചെയ്യാൻ റെഡ് ഉപയോഗിക്കുമ്പോൾ, ഓടിത്തുടങ്ങുവാൻ ഗ്രീൻ ഉപയോഗിക്കുമ്പോൾ ഇതിനിടയ്ക്ക് യെല്ലോ കളറിൽ, മഞ്ഞ കളറിൽ ഒരു ലൈറ്റ് ഉണ്ട്. എന്തിനായിരിക്കും? നിർത്തുന്നിടത്തുനിന്ന് തുടങ്ങുവാനും തുടക്കം ഒരു നിർത്തലിൽ നിന്നല്ല മറിച്ച് ഒരു തുടർച്ചയിൽ നിന്നായിരിക്കണം എന്നതിന്റെ സൂചനയാണ്. മഞ്ഞ ലൈറ്റ് കത്തിക്കഴിയുന്ന ആ വാഹനം അവിടെ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കും. സ്റ്റോപ്പ് ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ വണ്ടി നിർത്താറാണ് പതിവ്, റെഡ് കത്തുമ്പോൾ. അതിനുശേഷം നമ്മൾ കാത്തു നിൽക്കുന്നതിനിടയ്ക്ക് ഈ മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ തയ്യാറെടുക്കുന്നു. ഒന്ന് തയ്യാറെടുത്താൽ നമ്മുടെ യാത്ര എളുപ്പമായിരിക്കും. പ്രിയമുള്ളവരെ, ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചാൽ നമ്മുടെ യാത്ര തുടങ്ങുന്നതും യാത്ര അവസാനിക്കുന്നതിനും ഇടയിൽ യാത്ര നിലനിർത്തുന്നതിന്, നമ്മുടെ യാത്രയെ ഒന്ന് ഒരുക്കി നിർത്തുന്നതിന് നല്ല തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ കാലത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ ഇത്തരത്തിലൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് ആണ് നമ്മളെ തയ്യാറെടുപ്പിനായിട്ട് അല്ലെങ്കിൽ തയ്യാറെടുത്ത് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഈ സിഗ്നലുകളെ കുറിച്ചൊന്ന് അടുത്ത് ചിന്തിച്ചാൽ അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുക. റെഡ് കത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, യെല്ലോ കത്തുമ്പോൾ ഒബ്സർവ് ചെയ്യുന്നു, ഒടുവിൽ ഗ്രീൻ കത്തുമ്പോൾ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. നമ്മുടെ കാര്യത്തിൽ ലേണിംഗ് മൈൻഡ് സെറ്റിന് ഇതുപോലെ 3 സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? സ്റ്റോപ്പ് യുവർ ഇമോഷണൽ തോട്ട്സ്. നിങ്ങളുടെ ഇമോഷണലായ ചിന്തകളെ ഒന്ന് നിർത്തുക. എന്താണ് ഈ ഇമോഷണലായ ചിന്തകൾ? നമ്മുടെ പലരുടെയും പ്രശ്നം എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് ഈ മൊബൈലൊന്നും ഉപയോഗിച്ച് വലിയ പരിചയമില്ല. ഞാൻ ഈ മൊബൈൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം, വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ഈ ഒരു ഡിവൈസ് ഒരു കാലത്ത് പ്രത്യേകിച്ച് പ്രായമുള്ളവരെ സംബന്ധിച്ച് ഇത് വലിയ പ്രയാസമാണ്. കാരണം 6 ഇഞ്ചിന്റെ സ്ക്രീനിലേക്ക് അവരുടെ കാഴ്ചകളെ ചുരുക്കണം. ഇനി അതുപോലെ അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുന്ന ഇന്നത്തെ യുവജനങ്ങളെ പോലെയല്ല, അവർക്ക് അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ
ഇന്നത്തെ ചില സർവേകൾ പറയുന്നത് യുവജനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് പ്രായമുള്ളവരാണ്. കാരണം കാര്യങ്ങൾ ഇന്ന് ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു. ഈ പേപ്പറുകളാണ് ഇന്ന് വായിക്കുക. ഈ പേപ്പറിന്റെ പ്രശ്നം എന്താണ്? ഈ പേപ്പർ ഡിജിറ്റലായി മാറി എന്നുള്ളതാണ്. അതായത് പത്രം ഡിജിറ്റലായി മാറി. പത്രം നമ്മുടെ മുമ്പിൽ വീട്ടിലേക്ക് വന്ന് വീഴുന്നത് എടുത്ത് വായിക്കുന്ന സ്ക്രീൻ സൈസ്. നമ്മുടെ പേപ്പറിന്റെ വലിപ്പം നമുക്കറിയാലോ അല്ലേ? അതിൽ സ്ക്രീൻ സൈസിൽ മാക്സിമൈസ് ചെയ്യാൻ കഴിയില്ല. എഴുതിയിരിക്കുന്നത് വായിക്കുവാൻ നമുക്ക് പത്രത്തിന്റെ വലുപ്പം കൂട്ടാൻ കഴിയില്ല. പക്ഷെ ഡിജിറ്റലായ ഒരു വസ്തുവിൽ 6 ഇഞ്ച് സ്ക്രീനിൽ നിലവിലുള്ള പത്രത്തിനേക്കാൾ 60 ഇഞ്ച് വലുപ്പത്തിൽ അല്ലെങ്കിൽ 60 ഇരട്ടി വലുപ്പത്തിൽ അത് മാക്സിമൈസ് ചെയ്ത് വായിക്കാൻ കഴിയുന്നു. ഏത് ചെറിയൊരു കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ കാഴ്ചശക്തി കുറഞ്ഞവർക്ക് പോലും പത്രം ഭംഗിയായി വായിക്കാൻ കഴിയുന്നു. ഇതൊരു വലിയ ചേഞ്ച് ആണ്. പക്ഷേ ഈ ഒരു വസ്തു ഉപയോഗിച്ച് ഇത് പഠിക്കുവാൻ അല്ലെങ്കിൽ വായിക്കുവാൻ വേണ്ടി പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ അവർക്കൊരിക്കലും അത് വായിക്കുവാനോ ഉപയോഗപ്പെടുത്തുവാനോ കഴിയില്ല. എനിക്ക് അങ്ങനെ കുറെ പേര് പരിചയമുണ്ട്. അവരൊക്കെ ഒരു കാലത്ത് ഇത്തരം വസ്തുക്കളോട് എതിരായിരുന്നു. പക്ഷെ അവർ പഠനത്തിന് വിധേയമായപ്പോൾ, പഠിക്കുവാൻ കഴിഞ്ഞപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണ്? അച്ചടിച്ച പുസ്തകത്താളുകളുമായിട്ട് സ്കൂളിൽ പോയ പഴയ നൊസ്റ്റാൾജിയ വെച്ചിട്ട് ആ കാലഘട്ടത്തെക്കുറിച്ച് കുറ്റം പറയുകയല്ല കേട്ടോ. ആ ഒരു പുസ്തകത്താളിൽ പഠിച്ചിരുന്ന നമുക്ക് അതിജീവനത്തിനായിട്ട് പുതിയ ടെക്നോളജിയുടെ ലോകത്തേക്ക് മാറുവാൻ നമുക്ക് പുതിയ മാനങ്ങൾ കൈവരിക്കണമെങ്കിൽ പഠിച്ചേ മതിയാവൂ. ഇതൊരു സത്യമാണ്. നമ്മളിരിക്കുന്ന നമ്മുടെ വീട്ടിലെ ജീവിത സാഹചര്യത്തിലേക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്തത് പഠനത്തിന് വിധേയമായതുകൊണ്ടാണ്. ഇല്ലേ? ഇന്ന് സാധാരണ ഫാനിന് പകരം BLDC ഫാനുകൾ ഉപയോഗിക്കുന്നു. ഈ ഫാൻ ഉപയോഗിച്ചാൽ വീട്ടിൽ കറണ്ട് കുറയ്ക്കാം എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ. നമ്മുടെ വീട്ടിൽ പലരും ഇൻവെർട്ടറുകൾ വെക്കുന്നു. ഇൻവെർട്ടർ വെച്ചാൽ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് കറണ്ട് കിട്ടും, അല്ലെങ്കിൽ അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്നത് പഠിച്ചത് കൊണ്ടാണ് നമ്മളത് വീട്ടിലേക്ക് വാങ്ങിയത്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, പഠനത്തെക്കുറിച്ച് ഇത്രയും ചിന്തിക്കേണ്ടതിന്റെ കാരണം ഇന്ന് നമുക്ക് മനോഹരമായ ഒരുപക്ഷെ വിപ്ലവം തന്നെ, ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കുന്ന ഒരു ആപ്പ് നമുക്ക് സ്വന്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതിന്റെ പിന്നിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഏതാനും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പലർക്കും അത് ആക്ടിവേഷൻ ആയവർക്ക് ലഭിക്കും. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ട്രയൽ ആൻഡ് എററുകളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. വലിയൊരു പഠനത്തിന് വിധേയമാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് കിട്ടുക. ഇനി ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. പഠിക്കേണ്ടത് ആദ്യം എവിടെയാണ്? നമ്മുടെ ആ പ്രൊഡക്റ്റ് ഇന്നലെ നമ്മൾ പലയിടത്തും പല ട്രെയിനിങ്ങുകളും ഞങ്ങൾ നടത്തിയിരുന്നു. താമരശ്ശേരിയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിരുന്നു. ഇവിടെയൊക്കെയും നമുക്ക് പഠനത്തിന് വിധേയമാകേണ്ട ഒരു വലിയ കാര്യം അവിടെ കിടപ്പുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും. കാരണം എന്താണ്? ഈ ആപ്പിലേക്ക് നമ്മളെ രജിസ്റ്റർ ചെയ്തെടുക്കണമെങ്കിൽ എന്തൊക്കെ വേണമോ അത് കൃത്യമായിട്ട് കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ പാസ്വേഡ് കൊടുക്കുന്നു, അതിന്റെ അകത്തൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. ഇതൊക്കെയും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് നമ്മള്. അത് പഠിക്കാതെ നമ്മൾ എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും? ഒരു പുതിയ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ആ ആശയത്തെ യഥാർത്ഥത്തിൽ നമ്മൾ നന്നായി തറവായി പഠിക്കണം. അതിന് പ്രായം ഒരു കാരണമല്ല. നമ്മുടെ മുമ്പിലുള്ള ഓരോ പുതിയ ടെക്നോളജിയും ആശയങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണമെങ്കിൽ പഠനത്തിന് വിധേയമായെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മനോഹരമായ ആപ്പും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ. ആപ്പ് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കണം. ഇനി പഠിച്ചില്ലെങ്കിലോ? പഠിക്കാത്തവർക്കിത് ആപ്പിലായ അവസ്ഥയായിരിക്കും. പഠിക്കാത്തവർക്കിത് ആപ്പിലായ അവസ്ഥയായിരിക്കും. കാരണം എന്താണ്? ഈ പണ്ട് സാധാരണ പറയും, പട്ടിയുടെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടുക എന്ന് പറയും. അതായത് എന്തോ ഒരു കമ്പനി എന്തോ ഒരു പ്രൊഡക്റ്റ് തന്നു, അത് ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ കൊണ്ട് നടക്കുകയാണ്. ഇതിന്റെ ആവശ്യകത മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ ഇത് അറിയുന്നില്ല. നമ്മൾ പൈസ മുടക്കിയത് കൊണ്ടോ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടോ അവിടെ കാര്യമില്ല. ഇതിനെ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും പഠിക്കുക തന്നെ വേണം. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രായമായേറി പ്രായം കൂടി വരുന്ന ആളുകൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ലോകത്ത് ഇത്ര കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക എന്നത്. ഇന്ന് പല ആളുകളും പഠിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് പ്രായമുള്ളവർ പോലും മുന്നോട്ട് വരുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇവിടെ ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ ഇമോഷണൽ തോട്ടുകൾക്ക് ഒരു സ്റ്റോപ്പ് കൊടുക്കുക. നമ്മുടെ കുറെ നാളുകളായി നമ്മൾ ചിന്തിച്ച് മനസ്സിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കിതൊന്നും കഴിയില്ല. നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊന്നും പഠിക്കണ്ട. ഇതൊക്കെ പുതിയ തലമുറയുടെ ആവശ്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ്ങിന് ചെന്നപ്പോൾ കേട്ട ഒരു കാര്യമാണ്. പുതിയ തലമുറയുടെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ. പിന്നെ പഴയ തലമുറയ്ക്ക് എന്താ പ്രശ്നം? പഴയ തലമുറയ്ക്ക് ഈ ആപ്പ് വേണ്ടേ?
ഈ പ്രായമുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കുക. അവരുടെ പേഴ്സണലി ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും അവരെത്ര ആപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. ഇന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഈ ലോകത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ, അവരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പ് അത് വാട്സ്ആപ്പ് തന്നെയാണ്. അല്ലേ? എല്ലാവരും ഈ ഒരു ആപ്പ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ഇത്രയും നാളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഈ ആപ്പ് ആ കമ്പനികൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കസ്റ്റമറിന്റെ പൾസ് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ, അത് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇടയ്ക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? "എന്റെ വാട്സാപ്പ് വർക്ക് ചെയ്യുന്നില്ല മോനെ, മോളെ" എന്ന് പറഞ്ഞിട്ട് അവരെക്കൊണ്ട് നമ്മളത് ചെയ്യിക്കും. എന്താ കാര്യം? ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. ഈ ആപ്പില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ഒരു കാലത്ത് പേപ്പറിൽ എഴുതി കൂട്ടിയിരുന്ന നമ്മളിന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാൽക്കുലേറ്റർ മൊബൈൽ ഫോണിനുള്ളിലേക്കായി. ഇന്ന് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്നു. ഇത് നമുക്ക് പഠിക്കാതെ ചെയ്യാൻ കഴിയുമോ? പേപ്പറിൽ എഴുതി കൂട്ടിയ നമ്മൾ ഒരു കാലത്ത് ടെക്നോളജിയായി കാൽക്കുലേറ്റർ കടന്നു വന്നപ്പോൾ, കാൽക്കുലേറ്ററിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഒന്ന് ചിന്തിക്കുക. ആദ്യമായി കാൽക്കുലേറ്റർ ഉപയോഗിച്ചവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പേപ്പറിൽ എഴുതി കൂട്ടിയിരുന്ന ആളുകളെ സംബന്ധിച്ച് കാൽക്കുലേറ്റർ വലിയൊരു ടൈം സേവർ ആയിരുന്നു. പക്ഷെ അത് പഠിക്കാതെ എങ്ങനെ ചെയ്യും? പേപ്പറിൽ എഴുതിയിരുന്ന ആളുകൾക്ക് അന്ന് അത് വലിയൊരു പ്രയാസം തന്നെയായിരുന്നു. ഇന്ന് നമുക്കതറിയില്ല. നമ്മളൊക്കെ ജീവിച്ചു വന്ന കാലയളവിലിടയ്ക്ക് ഒരു പുതിയ ടെക്നോളജി വന്നു പോയത് ആരും അറിഞ്ഞിട്ടില്ല. പേജർ എന്നായിരുന്നു അതിന്റെ പേര്. ഒരുപക്ഷെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇന്ന് കാണാത്തവരായിരിക്കാം ഒരുപക്ഷെ കൂടുതല്. ഏതാണ്ട് ഒരു സോപ്പിനേക്കാൾ ചെറിയ ഒരു ടെക്നോളജിയുടെ ഒരു ഉത്തരം. മൊബൈൽ ഫോണിന് മുമ്പ് മെസ്സേജിംഗ് കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിച്ച വിപ്ലവകരമായ മാറ്റം. അധികകാലം അത് നീണ്ടു നിന്നില്ല. കാരണം അതിനു മുമ്പ് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു വലിയ ടെക്നോളജിയായി കടന്നു വന്നു. ഈ ഒരു വലിയ മാറ്റം സംഭവിച്ചപ്പോഴും ഇതെന്താണെന്ന് പഠിക്കാൻ പോയ കുറെ ആളുകളുണ്ട്. ഇനി അതുപോലെ വേൾഡ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു സാറ്റലൈറ്റ് റേഡിയോ നമ്മുടെ നാട്ടിൽ വന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ആയിരുന്നു അതിന്റെ പ്രൊമോട്ടർ. എന്താ അതിന്റെ ഗുണം? ലോകത്തുള്ള ഏത് റേഡിയോ സ്റ്റേഷനും നമുക്കിവിടെ ഇരുന്ന് ഇന്ന് കേൾക്കുന്ന അത്രയും ഡിജിറ്റൽ ക്വാളിറ്റിയിൽ കേൾക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഓരോ മാസവും അതിന് വാടക കൊടുത്തെങ്കിൽ മാത്രമേ അത് കേൾക്കാൻ കഴിയുള്ളൂ. അതും അധികം നാൾ നിന്നില്ല. കാരണം എന്ത് പറ്റി? ഇന്റർനെറ്റ് കടന്നു വന്നതോടുകൂടി ഇന്റർനെറ്റിലൂടെ ലോകത്തുള്ള ഏത് റേഡിയോ സ്റ്റേഷൻ നമുക്ക് കേൾക്കാൻ കഴിയും. അതും ഫ്രീ ആയി. ഞാൻ പറഞ്ഞു വന്നത് കാലഘട്ടം അത്രയും വേഗത്തിലാണ് നമ്മൾ നീങ്ങുന്നത്. ഒരു പുതിയ ടെക്നോളജി പഠിച്ചെടുക്കുവാനോ സ്വന്തമാക്കുവാനോ കഴിയുന്നതിന് മുമ്പ് അടുത്തതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇത്ര വേഗത്തിൽ നീങ്ങുന്ന ഒരു കാലഘട്ടത്തോടൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ നമുക്കെന്താ പറ്റുക? ആമയും മുയലിന്റെ ഓട്ടം അറിയാലോ അല്ലേ? വെറുതെ മുയലിനെ ഓവർ കോൺഫിഡൻസ് കൊടുത്ത് കൊടുത്ത് സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. ആമയ്ക്കൊന്നും തെറ്റുപറ്റില്ല. ആമയുടെ ഓട്ടം കൺസിസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് കഥ മാറ്റി എഴുതണം. ആമയ്ക്കും ജയിക്കണമെങ്കിൽ കുറച്ച് വേഗത്തിൽ ഓടിയേ മതിയാവും. കാരണം ഇത് ടെക്നോളജിയുടെ കാലമാണ്. നമ്മുടെ പുതിയ തലമുറയോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകാതിരിക്കണമെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകളെ, നേരത്തെ പറഞ്ഞ ഇമോഷണൽ തോട്ടുകളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്താണ് ഇമോഷണൽ തോട്ടുകൾ എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? നമ്മളെ കഴിഞ്ഞ കാലത്ത് പരിശീലിച്ചു വന്ന പാരമ്പര്യ രീതിയിലുള്ള ട്രഡീഷണലി ഉള്ള കുറെ ചിന്തകളുണ്ട് നമുക്ക്. എന്നെക്കൊണ്ട് ഇതൊന്നും ശരിയാകില്ല. ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ ആപ്പുകൾക്ക് നമുക്ക് റീസെല്ലിംഗ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആപ്പ് കൊടുക്കുക? പലപ്പോഴും ആപ്പിലായ അവസ്ഥ മാത്രമേ നമുക്കുള്ളൂ അല്ലേ? ജീവിതത്തിലും ഫോണിലും. എന്നാൽ ഇതൊക്കെ മാറി ഒരു ആപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പഠിക്കുക തന്നെ വേണം. എത്രയോ നാളുകളായി നമ്മൾ ഈ ട്രെയിനിങ് സീരീസ്, എത്രയോ മുഖങ്ങൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഷാജി സാറും, ബിജു സാറും, മമ്മൂട്ടി സാറും, ജോയ് സാറും, സുധീർ സാറും ഒക്കെ ഓരോ ദിവസവും രാവിലെ ചെയ്യുന്ന ശ്രമത്തിന്റെ ഫലമാണ്. അവരെ അപ്ഡേറ്റ് ചെയ്യണമെന്ന ചിന്ത തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ ഇടയാക്കുന്നത്. അല്ലാതെ സാൻവോസ് കമ്പനിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ട് മാത്രമേ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ എങ്ങും എഴുതി വെച്ചിട്ടില്ല. മോർണിംഗിൽ 6:15 ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന തിരിച്ചറിവാണ് നിങ്ങളെ ക്യാമറ ഓണാക്കി ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പഠനം എന്നത് ഒരാവശ്യമാണ്. ഈ ഫ്രീ ആയി കിട്ടുന്ന ഈ ഒരു ട്രെയിനിങ് സീരീസ് ഇത് കൃത്യമായി പഠിക്കുന്ന മോഡ്യൂളുകളായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വേറെങ്ങുമല്ല. BBA, MBA പോലുള്ള കോഴ്സുകളിൽ നമ്മൾ കേൾക്കുന്ന പല ആശയങ്ങളും എക്കണോമിക്സുകൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആ മോഡ്യൂളിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇത്തരം മനോഹരമായ സെഷനിലൂടെ തരാൻ കഴിയുന്നത് അത് നിങ്ങളോടും ഈ സമൂഹത്തോടുമുള്ള കമ്മിറ്റ്മെന്റ് ആണ്.
ഇത് പഠിക്കാൻ നമ്മൾ വിധേയമാകുന്നതിന് പകരം എനിക്ക് രാവിലെ 1 മണിക്കൂർ കൂടി ഉറങ്ങിയാൽ അത്രയും ആകുമല്ലോ എന്ന ചിന്ത, അത് പഠനമല്ല. മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ അത് പഠനമല്ല. നമ്മളെ ഷെഡ്യൂൾ ചെയ്യുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം ഓട്ടോമേറ്റ് യുവർ ലൈഫ് എന്നൊരു ടോപ്പിക് നമ്മൾ കേട്ടിരുന്നു അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ അതിന്റെ ലിങ്ക് കിട്ടും. നമ്മുടെ ലൈഫിനെ റീഷെഡ്യൂൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനാവുകയുള്ളൂ. പഠിക്കുക എന്നത് ഒരാവശ്യമാണ്. നമുക്ക് പ്രിയപ്പെട്ടതെന്ന് കരുതുന്നതിനെ പഠിക്കുന്നതിനപ്പുറം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ മാറി. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബാങ്കിൽ ഇപ്പോഴും ക്യൂ നിന്ന് പൈസ അടയ്ക്കുന്ന കാലം കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഇന്നും ചില ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ക്യാഷ് കൗണ്ടർ ഇപ്പോഴും വെച്ചിരിക്കുന്നത്. റെയിൽവേ ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം ഓൺലൈൻ വഴി എടുക്കാം. ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സ്റ്റേഷനിലേക്ക് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ഫോണിലൂടെ ടിക്കറ്റ് എടുക്കാൻ കഴിയും. എന്നിട്ടും പിന്നെ എന്തിനാണ് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും ഒരു ടിക്കറ്റ് കൗണ്ടർ വെച്ചിരിക്കുന്നത്? കാരണം മാറാത്ത നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർ മാറാത്തത് എന്തുകൊണ്ടെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം. കാലാകാലങ്ങളിൽ മാറേണ്ട ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഇവർ ചിലപ്പോൾ 10 വർഷം ഗ്യാപ്പിലായിരിക്കാം നീങ്ങുക. ലോകത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലേ? നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരുന്ന ഒരു വേഗതയെക്കുറിച്ച് വളരെ മന്ദഗതിയിലായിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒരു കാലത്ത്. കാരണം ഇത്ര വർഷം പിന്നിലാണ് നമ്മുടെ രാജ്യം. ഇന്ന് നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിലുള്ള ഏത് ലോഞ്ചിങ് നടത്തുമ്പോൾ അത് പ്രോഡക്റ്റ് ഒരുപക്ഷെ ഇലക്ട്രോണിക് ഡിവൈസുകളാകാം അല്ലെങ്കിൽ വാഹനങ്ങളാകാം, ലോക മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന അതേ ദിവസം നമ്മുടെ രാജ്യത്തേക്കും വരുന്നു. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ മാർക്കറ്റിംഗ് സാധ്യത ഉൾക്കൊള്ളുന്ന വലിയൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് ഈ കമ്പനികൾ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിനോടൊപ്പം നമ്മളിലേക്കും എത്തിക്കുന്നു. കാരണം നമ്മൾ മാറി. നമ്മുടെ ചിന്തകൾ മാറി. നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന രീതികൾ മാറി. ഈ തോട്ട് നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഹലോ? ഈ തോട്ട് നമുക്ക് വന്നിട്ടുണ്ടോ? ലോകത്തിന് മാറി. ചുറ്റുമുള്ളവരൊക്കെ മാറി സാറേ. പക്ഷെ എനിക്ക് മാറാൻ കഴിയുന്നില്ല. ഇതാണോ നിങ്ങളുടെ അവസ്ഥ? ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, സ്റ്റോപ്പ് യുവർ ഇമോഷണൽ തോട്ട്. ട്രാഫിക് സിഗ്നലിലെ റെഡ് സിഗ്നൽ കത്തുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഒന്ന് ചവിട്ടി നിർത്തുക. നിങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കേണ്ട ലേണിംഗ് മൈൻഡ് സെറ്റിന് വേണ്ടി ഒന്ന് ചവിട്ടി നിർത്തുക. ഇനി എന്ത് ചെയ്യണം? ഇനി ട്രാഫിക് സിഗ്നലിലെ യെല്ലോ കളറിന്റെ സമയമാണ്. എന്താണ് യെല്ലോ കളർ? അത് ഒബ്സർവ് യുവർ റിയാലിറ്റി എന്നുള്ളതാണ്. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിരീക്ഷിക്കുക. നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തുക. പല ആളുകളും മറ്റുള്ളവരോട് ഡിബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്തുവാൻ, ന്യായീകരിക്കുവാനാണ് ഞങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ അവനവനോട് തന്നെ ഒന്ന് ചോദിക്കുക. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ആത്മഗതം എന്താണ് സംസാരിക്കുന്നതെന്ന്. നമ്മളോട് തന്നെ ചോദിക്കുക, ശരിക്കും ഞാൻ പഠിക്കുന്നുണ്ടോ? എനിക്ക് ഈ മാറ്റത്തിന്റെ ആവശ്യമുണ്ടോ? ഇന്നല്ലെങ്കിൽ നിങ്ങൾ നാളെ മാറിയിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ചില ടെക്നോളജികൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ചില പുതിയ പഠനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മാറിയേ മതിയാവൂ. നാളെ മാറാൻ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇന്ന് മാറിക്കൂടെ? ഇന്ന് മാറുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറായിക്കൂടെ? ഈ തയ്യാറാകൽ നടത്തുവാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ യെല്ലോ സിഗ്നൽ അഥവാ ഒബ്സർവ് യുവർ റിയാലിറ്റി എന്ന് പറഞ്ഞത്. നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിത രീതികൾ മാറുന്നു. ചില ഉദാഹരണങ്ങൾ, ഒരുപക്ഷെ നമ്മൾ പുതിയൊരു വാഹനം മേടിക്കുമ്പോൾ ഇന്ന് അതിൽ ആദ്യം നോക്കുക എന്താണ്? അത് ഓട്ടോമാറ്റിക് ആണോ എന്നാണ്. കാരണം പഴയ വാഹനം ഓടിക്കുന്നവർക്ക് അറിയാം, ഒരു മാനുവലിലായിരിക്കുന്ന വാഹനം, അതായത് ഗിയർ മാറി ഓടിക്കുന്ന വാഹനവും ഓട്ടോമാറ്റിക് ആയുള്ള വണ്ടി ഓടിക്കുന്നതിന്റെയും വ്യത്യാസം എന്താണെന്ന്. ഇത് അവർ എക്സ്പീരിയൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്തതിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു കാര്യം വന്നത്. ഇനി അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ രീതികൾ മാറി. ഒരുപക്ഷെ അതിനകത്ത് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ പോലും പുതിയ രീതികൾ കൊണ്ടുവന്നു. എന്താണ്? പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ മമ്മൂട്ടി സാർക്ക് മിക്ക ദിവസവും യാത്ര ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമുള്ളത്, എസൻഷ്യൽ തിങ് എന്ന് പറയുന്നത് അവരുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പല ഫോണുകൾ വരുന്നതുകൊണ്ട് ആ ഫോണിന്റെ ചാർജ് കുറയുന്നു. ഇത് കമ്പനികൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ആ വാഹനത്തിനുള്ളിൽ മൊബൈൽ ചാർജിംഗ് പോയിന്റ് കൊണ്ടുവന്നു. ഹലോ? പഴയ വാഹനങ്ങളിൽ മൊബൈൽ ചാർജിംഗ് പോയിന്റ് ഇല്ലായിരുന്നു. ഈ മൊബൈൽ ചാർജിംഗ് പോയിന്റ് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ഒരു കസ്റ്റമറിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് ആ കമ്പനി പഠിച്ചത് കൊണ്ടാണ്. ഹലോ? ആ കമ്പനി പഠിച്ചത് കൊണ്ടാണ് ആ ടെക്നോളജിയെ അവർ ഏറ്റെടുത്തതും നമ്മൾക്ക് തന്നതും.
ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് വാങ്ങുക തന്നെ ചെയ്യും. നമ്മൾ അതിന്റെ ആവശ്യക്കാരായി മാറും. എന്നാൽ മൊബൈൽ ചാർജിംഗ് പോയിന്റും ഇപ്പോൾ മാറി. ഇപ്പോൾ എന്താണ്? വയർലെസ് ചാർജിംഗ് ആണ് പുതിയ വാഹനങ്ങളിലുള്ളത്. കാരണം നമുക്ക് ഫോൺ കുത്തിയിടുവാൻ പോലുമുള്ള സമയമില്ല. ഒരു ഫോൺ എടുക്കാനും വെക്കുവാനുമുള്ള സമയത്തിനിടയ്ക്ക് ഇത് കണക്ട് ചെയ്തിട്ടൊക്കെയാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു കോള് വരുമ്പോൾ ഇത് ചാർജിംഗ് പോയിന്റ് ഇട്ടേക്കാണെന്ന് ശ്രദ്ധിക്കാതെ പലരും വലിച്ച് എടുത്തോണ്ട് പോകാറുണ്ട്. തൊട്ടു പുറകെ ചാർജർ വാലേ വരും കേട്ടോ. കാരണം എന്താണ്? ഇത് കണക്ട് ചെയ്തിരുന്നത് ഡിസ്കണക്ട് ചെയ്തിട്ട് കോൾ എടുക്കുക എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ് നടത്താനുള്ള സമയം നമുക്കിന്ന് ചുരുങ്ങിയിരിക്കുന്നു. കാരണം നമ്മുടെ ജീവിതം അത്രയും ഫാസ്റ്റായി. സോ കമ്പനികൾ ഇത് മനസ്സിലാക്കി എന്ത് ചെയ്തു? ഫോൺ കണക്ട് ചെയ്യാതെ, അതായത് വയർ കൊണ്ട് കണക്ട് ചെയ്യാതെ മൊബൈൽ ചാർജ് ചെയ്യാൻ കഴിയും എന്ന ആശയം അവർ ഈ വണ്ടികളിൽ കൊണ്ടുവന്നു. ഇന്ന് ഒരു വാഹനത്തിൽ കയറുമ്പോൾ വെറുതെ വെക്കുന്ന ആ ഒരു ഫോൺ വെക്കുവാൻ തന്നിരിക്കുന്ന സ്പേസിലേക്ക് ഫോൺ വെച്ചാൽ യാത്ര തുടങ്ങിയാൽ മതി, ആ ഫോൺ അവിടെ ഇരുന്ന് ചാർജ് ആയിക്കോളും. എങ്ങനെയാണ് ഇത് സാധ്യമായത്? ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നോളജി വളരെ വേഗത്തിൽ പോകുന്നതിനെ കൃത്യമായി റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ കമ്പനികളും പുതിയ പ്രൊഡക്റ്റുകളും പുതിയ സർവീസസും നമുക്ക് തരുന്നത്. ഇത് വാങ്ങുവാൻ നമ്മൾ നിർബന്ധിതരാവുന്ന എവിടെയാണ്? നമ്മൾ ഇതിനെ ഉൾക്കൊണ്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തിരിച്ചറിയുന്നു. ഇവിടെയും നമ്മൾ പഠിക്കാതെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ. ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഇത് കണ്ടെത്തുവാനും ഇത് ഉപയോഗിക്കാനും അതിന്റെ ഉപഭോക്താക്കളായി മാറുവാനും കഴിയുള്ളൂ. ഇതിന് നമ്മളെ വിധേയരാക്കണമെങ്കിൽ നമ്മളും പഠനത്തിന് വിധേയമാകണം. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്തിനാണ് ഈ യെല്ലോ സിഗ്നൽ നമ്മുടെ ജീവിതത്തിൽ കത്തേണ്ടത്? ഒബ്സർവ് യുവർ റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്താണ്? ഒരു ആപ്പിന്റെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. വിദ്യാഭ്യാസ രീതികൾ ടോട്ടലി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 10ഓ 100ഓ രൂപ കൊടുത്ത് ട്യൂഷന് പോകുന്ന കാലമല്ല ഇന്നത്തേത്. ഇന്ന് കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല. പണ്ട് പിന്നെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഫോളോ ചെയ്തിരുന്നു അല്ലേ? 2 അടി തന്നിട്ടാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലോ പറഞ്ഞു വിട്ടിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. വടി തപ്പാനുള്ള നേരമുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. സമയത്തിന്റെ ദൈർഘ്യം കൂടുകയല്ല, ഇവിടെ കുറയുകയാണ് നമുക്ക്. നമ്മുടെ ആവശ്യങ്ങൾ അത്രമേൽ കൂടിയിരിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കുവാൻ ഇവിടെ അവരുടെ പെയിൻ പോയിന്റിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ആവശ്യമാണെങ്കിലും അതിനുള്ള സമയം കിട്ടാത്ത ഈ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു AI ചാറ്റ് ബോട്ട് ഉൾപ്പെടെയുള്ള പഠനത്തിന് വിധേയമാക്കുന്ന ഓരോ കണക്കുകളും മറ്റു വിഷയങ്ങളും പഠിക്കുവാനുള്ള ഒരു ആപ്പ് നമുക്ക് സ്വന്തമാക്കുവാനും അതുപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വരുമാനം കിട്ടുവാനുള്ള സാധ്യത കൃത്യമായി പഠിക്കാതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് തരാൻ കഴിയുമോ? നമ്മുടെ പ്രശ്നത്തെ മനസ്സിലാക്കുകയും സമൂഹത്തിന് കമ്മിറ്റ്മെന്റ് തരാൻ കഴിയുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റിനെ കമ്മിറ്റ് ചെയ്യുവാനും ഒരു കമ്പനിക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ സാറിനോട് ആ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന് നല്ലൊരു ജോലിയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം വളരെ വെൽ സെറ്റിൽഡ് ആണ്. പക്ഷേ ഒരു സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് കൃത്യമായി ചെയ്യുക എന്ന ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഈ സിസ്റ്റത്തെ പഠിച്ചത് കൊണ്ടാണ്. നമുക്ക് ചുറ്റുമുള്ള ടെക്നോളജിയെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. നമ്മൾ ആപ്പിന്റെ ലോകത്തേക്ക് മാറുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന കാര്യം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ, ഐ റിപ്പീറ്റ്, പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതിനാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ ഒബ്സർവ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ യെല്ലോ സിഗ്നൽ കത്തിക്കിടക്കുന്ന നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരു ട്രാഫിക് സിഗ്നലിലെ യെല്ലോ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആണോ അല്ലയോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഈ യെല്ലോ ലൈറ്റ് അതിനുള്ള സിഗ്നലാണ്. നമ്മുടെ വാഹനം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നതിന്റെ ഒരു സിഗ്നൽ കൂടിയാണത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ലേണിംഗ് മൈൻഡ് സെറ്റ് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, റെഡ് സിഗ്നൽ കത്തിക്കേണ്ട ചില കാര്യത്തിന് റെഡ് കത്തിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിലെ ചില ഇമോഷണൽ ചിന്തകളെ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്ത ശേഷം യെല്ലോ സിഗ്നലായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകളെ, നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ റിയാലിറ്റിയെ ഒബ്സർവ് ചെയ്യുക കൃത്യമായി. ആൻഡ് മൂന്നാമത്തത് പ്രൊസീഡ് ടു ലേൺ എന്നുള്ളതാണ്. ഒരു ട്രാഫിക് സിഗ്നലിലെ ഗ്രീൻ ലൈറ്റ് കത്തുന്നതോടുകൂടി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ആ സമയത്ത് വണ്ടി നിർത്തിയിടാൻ പറ്റുമോ? ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് തെളിയുന്ന സമയത്ത് നമ്മുടെ വാഹനം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ പുറകിലുള്ളവരുടെ ഹോൺ വിളികൾ നമ്മളെ മുന്നോട്ട് നയിക്കും. മറ്റുള്ളവർ കൂക്കി വിളിച്ചിട്ടോ മറ്റുള്ളവർ തള്ളി വിട്ടിട്ടോ അല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രീൻ സിഗ്നൽ കത്തി മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ തിരിച്ചറിയുക നമ്മുടെ റിയാലിറ്റി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകേണ്ടത് എന്താണ്? പ്രൊസീഡ് ടു ലേൺ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രൊസീഡ് ടു സ്റ്റഡി എന്ന്. എന്താണ് സ്റ്റഡി ചെയ്യേണ്ടത്? പുതിയ ലോകത്തെ. എന്താണ് പുതിയ ലോകം? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ ഏറെക്കുറെയല്ല, കുറെ അധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോഴും ഇതൊന്നും തിരിച്ചറിയാതെ രാവിലെ 9 തൊട്ട് 5 വരെ ജോലി ചെയ്തിട്ട് ആ ജോലിയെ പൂർണ്ണമായി മനസ്സിൽ നിന്നേ വിട്ടിട്ടാണ് ചിലർ വീട്ടിലേക്ക് വന്ന് കയറുക. എപ്പോഴും ജോലി ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. പകരം നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അയാൾ 24 മണിക്കൂറും ബിസിനസ്സുകാരനാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം. പുതിയ അപ്ഡേറ്റുകൾ അറിയണം. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ കോമ്പറ്റീറ്റർ ആരാന്ന് അറിയണം. അദ്ദേഹത്തിന്റെ മാർക്കറ്റിലുള്ള ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ബിസിനസ് സർവൈവ് ചെയ്യൂ. ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ബിസിനസ്സുകാരല്ലേ? നമ്മുടെ കുടുംബത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യകതകളെ കൃത്യമായി പഠിച്ച് മുന്നേറുന്നോണ്ടാണ് നമ്മൾ നാളെ രാവിലെ ജോലിക്ക് പോണോ വേണ്ടേന്ന് പോലും തീരുമാനിക്കുന്നത്. വൈകിട്ട് 5 മണിയോട് കൂടി തീരുന്ന ഒരു പ്രോസസ് അല്ല അത്. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷവും ഒരു പിതാവ്, ഒരു കുടുംബനാഥൻ കൃത്യമായ കാൽക്കുലേഷൻ കൃത്യമായി ചെയ്യുന്നുണ്ടാകും. ഒരുപക്ഷെ മാതാപിതാക്കളിൽ മാതാവോ കുട്ടികളോ അതൊരുപക്ഷെ കാര്യമായി ചിന്തിക്കുന്നുണ്ടാവില്ല. എന്താ? കുടുംബനാഥന്റെ ഉത്തരവാദിത്തം ആ കുടുംബത്തെ പരിപാലിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നത് എന്തിനാണ്? ഈ കുട്ടികളും മാതാവും ഒക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കുവാനും, അവരെ പല കാര്യങ്ങളും അറിയിക്കാതെ പല ടെൻഷനും എടുക്കുന്നവരാണ് നമ്മൾ ആണുങ്ങളായിരിക്കുന്നവർ അല്ലെങ്കിൽ കുടുംബനാഥന്മാരായിരിക്കുന്നവർ. അവരെ സേഫ് ആക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇത്തരത്തിൽ നമ്മൾക്കൊരു മാറ്റം വരണമെങ്കിൽ നമ്മള് എല്ലായ്പ്പോഴും നമ്മളെ അപ്ഡേറ്റ് ചെയ്യണം. ഒരുപക്ഷെ വീട്ടിൽ വൈകുന്നേരം വന്ന് ടിവിയുടെ റിമോട്ട് എടുത്ത് ഓണാക്കി ടിവിയിലെ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുമ്പോഴും നമ്മളുടെ ചിന്ത നാളെ എന്ന അവസ്ഥയെക്കുറിച്ച് തന്നെയായിരിക്കും. പലപ്പോഴും ഇത്തരം ചിന്തകൾ, ഉത്കണ്ഠകൾ കൂടിക്കഴിയുമ്പോൾ ടിവി കാണുന്നത് പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഹലോ? കാരണം വൈകുന്നേരം പല ടിവി ചാനലുകളിലും കോമഡി പ്രോഗ്രാമുകൾ ഉണ്ടെന്നാണ് ഞാൻ പൊതുവെ കേൾക്കാറ്. കാരണം ഞാൻ ആ സമയത്ത് കാണാറില്ല. ഇത്തരം പ്രോഗ്രാമുകൾ ചിരിപ്പിക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് നല്ലതായിരിക്കണം. അല്ലേ? ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് നല്ലതായിരിക്കണം. ഇവിടെ ജീവിതത്തെ കൂട്ടിമുട്ടിക്കുന്ന ഉത്കണ്ഠയുടെ അളവ് കൂടിയാൽ ഈ ടിവി പ്രോഗ്രാം നമുക്ക് വെറുതെ സമയം കൊല്ലിയായി മാറും. വെറുതെ വേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി പഠനത്തിന് വിധേയമാകുക എന്നത് ഏതൊരു കുടുംബനാഥനും അതുപോലെ വീട്ടമ്മമാരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പഠനത്തിന് കഴിയും. പഠനം എന്നത് ഒരു തുടർച്ചയാണ്. ഞാൻ പറഞ്ഞു കേവലം 1 2 ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രോസസ് അല്ല അത്. നമ്മുടെ മുമ്പിൽ വലിയൊരു ലോകം നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. ടെക്നോളജിയുടെ ലോകം. ടെക്നോളജി മാത്രമല്ല നമ്മുടെ ലോകം. ടെക്നോളജിയിലൂടെ മാറ്റപ്പെടുന്നത് നമ്മുടെ ഒരു ജീവിത രീതിയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ റൈറ്റപ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മൾ പഠന വിധേയമാക്കേണ്ടത് നമ്മുടെ ജീവിതശൈലി മാറ്റി അതിനൊരു അതിജീവന പാതയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഇന്ന് മുന്നോട്ട് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. പഠനം അത്തരത്തിൽ നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ പുതിയ ടെക്നോളജി എന്താണെന്ന് അറിയണം. പുതിയ ജോലികൾ എന്താണെന്ന് അറിയണം. ആ ജോലികൾ എങ്ങനെ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിക്കുക തന്നെ വേണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സെഷൻ അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ എന്റെ സുഹൃത്തിന്റെ കാര്യം. അദ്ദേഹം കഴിഞ്ഞ 4 വർഷം ഇതുപോലെ കളഞ്ഞപ്പോൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം, 4 വർഷത്തിൽ ഒരു 6 മാസം എടുത്ത് ഒരു പുതിയ ട്രേഡ് പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ 3.5 വർഷം അദ്ദേഹത്തിന് നഷ്ടമാവില്ലായിരുന്നു. പല ആളുകളും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പറഞ്ഞ് ഒടുവിൽ വെക്കുന്ന എന്താണ്? അന്ന് ഞാനത് ചിന്തിച്ചില്ല. ഹലോ? അന്ന് ഞാനത് ചിന്തിച്ചില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊരു വലിയ യാത്രയിലാണ്. ടെക്നോളജിയും, എഡ്യൂക്കേഷനും, ഓട്ടോമേഷനും ഒക്കെ ചേർത്തുകൊണ്ട് മനോഹരമായ ഒരു വിപ്ലവത്തിന് തയ്യാറെടുത്തവരാണ് നമ്മൾ. ഈ തയ്യാറെടുപ്പ് നമുക്ക് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ നേടുവാൻ ഇടയാക്കും. അതിന് പഠിക്കുക തന്നെ വേണം. പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റല്ല. അത് വലിയൊരു ശരിയാണെന്ന് തിരിച്ചറിയുന്ന നാളിൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഉൾക്കൊള്ളുവാൻ കഴിയും. അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതം പുതിയ രീതിയിലേക്ക്, പുതിയ ശൈലിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാകും. അത് അതിജീവനത്തിന് കഴിയുന്ന മനോഹരമായ ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾക്കും ഒരു പ്രോബ്ലം സോൾവർ ആയി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉൾക്കൊള്ളുക, ജീവിതത്തെ മനസ്സിലാക്കുക. ട്രാഫിക് സിഗ്നലിലെ ആ 3 ലൈറ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. നിങ്ങളുടെ ഇമോഷണൽ തോട്ടുകൾക്ക് ഒരു സ്റ്റോപ്പ് കൊടുക്കുക. നിങ്ങളുടെ റിയാലിറ്റിയെ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം പഠനത്തിന് വിധേയമാകുക. പ്രൊസീഡ് ടു ലേൺ. അങ്ങനെ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമുള്ളതാകട്ടെ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അസുലഭ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും മനോഹരമായ ഒരു പ്രഭാതം പോലെ കൂടുതൽ സുന്ദരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.